കാനൻ കിഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എനിക്ക് സുഖം തോന്നുമെങ്കിൽ എനിക്ക് ഇൻഹേലർ ഡോസ് ഒഴിവാക്കാനാകുമോ? നമ്മൾ സുഖം തോന്നുന്ന അനുസരിച്ച് നമുക്ക് ഇൻഹേലർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഇൻഹേലർ ഡോസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പലപ്പോഴും രോഗിക്ക് ബെറ്റർ ആകുന്നതനുസരിച്ച് ഭേദമാകുന്നതനുസരിച്ച് നമ്മൾ ആ ഇൻഹേലറിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടൊന്ന് നിർത്താനും ശ്രമിക്കാറുണ്ട്. അതിനാണ് നമ്മൾ സ്റ്റെപ്പിംഗ് ഡൗൺ തെറാപ്പി എന്ന് പറയുന്നത് ആസ്മയിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഹൈ ഡോസ് ഇൻഹേലർ തരേണ്ടി വരും. അപ്പോൾ ആ ഒരു രോഗിക്ക് ബെറ്റർ ആകുന്നതനുസരിച്ച് നമ്മൾ മരുന്ന് കുറച്ച് കൊണ്ടുവരും. അതായത് അതിൻ്റെ താഴത്തെ സ്റ്റെപ്പിലോട്ട് കൊണ്ടുവരും. അതായത് ഡോസ് കുറയ്ക്കും, ചിലപ്പോൾ എടുക്കുന്ന തവണകൾ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് പലപ്പോഴും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കും. അതായത് ഇൻഹേലർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, റെഗുലറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് ഈ ശ്വാസം മുട്ടൽ കൂടാനുള്ള കാരണം എന്താണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും പൊടി അങ്ങനത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ, അതെല്ലാം നോക്കി നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്വാസം മുട്ടൽ കുറയാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മരുന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്താനും പറ്റും. പക്ഷേ നിങ്ങൾ തന്നെ അത് തീരുമാനിക്കൽ ഡോക്ടറിനെ, പൾമനോളജിസ്റ്റിനെ കാണിച്ച് പൾമനോളജിസ്റ്റിനെ നോക്കിയിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിന്ന് അടുത്ത